ഹൃദ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 9ാം ഘട്ട മരുന്ന് വിതരണം നടന്നു. കാരുണ്യ പ്രവർത്തന രംഗത്ത് മാതൃകയായി ഹൃദ്യം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നിർധനരായ രോഗികൾക്കായി നടത്തിവരുന്ന സൗജന്യ മെഡിസിൻ വിതരണത്തിന്റെ 9ാം ഘട്ടം ആലുവയിൽ നടന്നു. 2025 ഓഗസ്റ്റ് 2-ന് തുടക്കം കുറിച്ച ഈ പദ്ധതി നിരവധി രോഗികൾക്കാണ് ആശ്വാസം ലഭിക്കുന്നത്. ഹൃദ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർപേഴ്സൺ ഡോക്ടർ എൻ ഷാഹിദ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആലുവ നഗരസഭാ കൗൺസിലർ സിജോ തറയിൽ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സമൂഹത്തിലെ പാവപ്പെട്ടവർക്ക് മരുന്നും ചികിത്സയും എത്തിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രോഗികൾക്കുള്ള മരുന്നുകളുടെ വിതരണോദ്ഘാടനം നഗരസഭാ കൗൺസിലർ ബെറ്റി പോൾ ടീച്ചർ നിർവഹിച്ചു. ചടങ്ങിൽ കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന സമിതി അംഗം ബോബൻ, ഹൃദ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് സംസ്ഥാന കോർഡിനേറ്റർ സുധീർ കാട്ടിത്തറയിൽ, പ്രമുഖ ജീവകാരുണ്യ പ്രവർത്തകൻ ഡോക്ടർ അബ്ദുൾ സഗീർ, ഹൃദ്യം എക്സിക്യൂട്ടീവ് മെമ്പർ ജമാൽ മരക്കാർ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ഹൃദ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് മനാഫ് വേണാട് സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി ഷഹീറ നന്ദിയും രേഖപ്പെടുത്തി. നിർധനരായ കൂടുതൽ രോഗികളിലേക്ക് സഹായം എത്തിക്കാനാണ് ട്രസ്റ്റ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മലബാർ മീഡിയ ന്യൂസിനു വേണ്ടി ധന്യമോൾ കൊച്ചിയിൽ നിന്നും. ഹാളായിരുന്നു, ധാരാളം മുഖ്യാതിഥികൾ ഉണ്ടായിരുന്നു, മെഡിസിൻ വാങ്ങിക്കാനും കുറേ പേരുണ്ടായിരുന്നു. വളരെ നല്ല രീതിയിലായിരുന്നു അത് നടന്നിരുന്നത്. പിന്നെ എനിക്ക് വളരെ സന്തോഷം തോന്നി. അന്ന് ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള, അതായത് വികലാംഗരായിട്ടുള്ള കുറേ പേരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അവരെല്ലാം പ്രോത്സാഹിപ്പിക്കുകയും അന്ന് പറഞ്ഞ ഒരു വിഷയം അവർക്കെല്ലാം വിവാഹം ആലോചിച്ച് കൊടുക്കുന്നു എന്നും കൂടി പറഞ്ഞിരുന്നു. അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. എൻ്റെ വാക്കുകളിൽ ഞാനത് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പം ഇത്തരണത്തിൽ എന്നെ ക്ഷണിക്കുകയും ഈ മെഡിസിൻ വിതരണം എന്ന ഈ ഒരു ഉദാരമനസ്കത കാണിക്കുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിനെ ഞാൻ വളരെയധികം അനുമോദിക്കുകയും അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ നല്ല രീതിയിൽ നടക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ